ബായ് അമ്മ വന്നിരിക്ക. ആരമ്മ? നിന്റെ അമ്മയോ? അല്ല, ബായിയുടെ അമ്മ. എടാ പൊട്ട, നട്ടപ്രാന്ത് പിടിച്ച് ചങ്ങലേ കിടക്കണ എന്റെ പൈതൽ എങ്ങനെ ഇവിടെ വരാ? അതല്ല, കണ്ണമ്പായിയുടെ അമ്മ. ഹൈ, അതേതോട്ടൊരു പുതിയ ഇറക്കുമതി. അങ്ങനെ ഒരു തള്ളുള്ള കാര്യം ഇവൻ നമ്മളോട് പറഞ്ഞില്ലല്ലോ ഭാസ്കരേട്ടാ. അത് പിന്നെ ഏത് പിന്നെ? ഇല്ല മോനെ, ഇതൊരു നടക്കി പോവില്ല. തള്ളമാരായിട്ടുള്ള ഇടപാട് നമുക്ക് ശരിയാവില്ല. അല്ലെങ്കിൽ തന്നെ ബോംബെന്ന് ഷെട്ടി, ഗോവന്ന് കുട്ടി, ഇപ്പൊ ഈ പട്ടി, ഇവരൊക്കെ മാനേജ് ചെയ്ത് ഇംഗ്ലീഷ് പറഞ്ഞ് അവശ നിലയായിട്ടിരിക്കുക. അതിനിടയിൽ ഒരു തള്ളം കൂടി വന്നാൽ എപ്പ സ്കൂട്ടാന്ന് ചോദിച്ചാ മതി. ഐ എം റിയലി സോറി കേട്ടാ. മുത്തു, നീ ഒരു കാര്യം പണ്ണ്, നല്ല ചില്ലറയും കൊടുത്ത് പറഞ്ഞോട്ടെ. അങ്ങനെ പറയരുത് സാർ, അവരൊരു പാവായതുകൊണ്ടല്ലടാ ചില്ലറ കൊടുക്കാൻ പറഞ്ഞേ. ബായ് പ്ലീസ്, അവര് ബായിയെ കാണാൻ വെയിറ്റ് ചെയ്യുക. പണ്ടാറടങ്ങാൻ. ഡാ ഏതായാലും നീ അവരെ പോയി മുഖം കാണിച്ചേക്ക്. നാളെ ഈ അമ്മയെ കണ്ട അമ്മായി വിളിച്ച് കുളവാക്കണ്ട. ഓ, ഇതിൽ ഏതാ ബ്ലാഡർ? അമ്മേ, എന്താ നീ വിളിച്ചത്? അമ്മയെന്നോ? ഈശ്വര, ഞാൻ എന്തായി കേക്കുന്നത്? പുലിവാല അയ്യോ, അമ്മ അമ്മയെന്ന് വിളിച്ചാ മതിയായിരുന്നു. അമ്മയ്ക്ക് സന്തോഷായി. വർഷത്തിൽ ഒരിക്കൽ നിന്റെ ജന്മദിനത്തിനെങ്കിലും നിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ വന്ന് കാത്തിരിക്കാറുള്ള ഈ അമ്മയ്ക്ക് ഇത്രയൊക്കെ മതി. ഇനി നിൽക്കുന്നില്ല. അത് നിനക്ക് ഇഷ്ടമായില്ലെങ്കിലും പോട്ടെ. വിളിച്ചാ വരില്ലെന്നറിയാം, എന്നാലും വിളിക്കുക. വരുമോ നീ അമ്മയുടെ അടുത്തേക്ക്? ഞാൻ ഈ സാധനോട് എന്താ പറയാ? അത് പിന്നെ അമ്മേ, ഞാൻ ഈ ബിസിനസിന്റെ തിരക്കായതുകൊണ്ടാ. അറിയാം. വയ്യ മോനെ, ഇനി നിനക്ക് വേണ്ടി കാത്തിരുന്ന് കരയാൻ ഈ അമ്മയ്ക്ക് വയ്യ. അമ്മ ചെല്ലേ. അമ്മേ, കണ്ണമ്പായി കണ്ണി ചോരില്ലാത്തവനാ, കാശുണ്ടാക്കാൻ വേണ്ടി ആളെ കൊല്ലുന്നവനാ. സമ്മതിച്ചു, പക്ഷെ അമ്മയോട് മാത്രം സ്നേഹമില്ലെന്ന് പറയരുത്. നിങ്ങൾക്കറിയോ, സ്വന്തം അച്ഛനെ ബിസിനസ് പാർട്ട്നേഴ്സ് വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുന്നത് എന്റെ ഭാര്യക്ക് കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ അവരോടുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഭാര്യക്ക് അതിനൊരുത്തരെ കൊല്ലേണ്ടി വന്നു. ഭാസ്കട്ടോ, ഗഡി ഏതാണ്ട് നമ്മുടെ റൂട്ട് തന്നെയാ. ഒരുത്തനെ സ്പോട്ടിൽ സ്കൂട്ടാക്കിട്ടാ തുടക്കം. ഏത് ജയിലായിരുന്നു നിന്റെ ഭായി? ചെന്നൈ സെൻട്രൽ ജയിലിൽ. ആ, തത്തരികിടത്തക. ഞാൻ പൂജപ്പുരലായിരുന്നു, അതുകൊണ്ടാ പരിചയപ്പെടാൻ പറ്റാഞ്ഞ. പണ്ടാറടങ്ങ ഈ ചങ്ങാതി ഏതിലാ പോയാലും സുധീർ ഷാ നിശാന ചൂക്ക് നേ ഗയാ ഥാ. എനക്ക് ഉന്നം തെറ്റിയതല്ല, ജസ്റ്റ് ഫോർ കോമഡി. എടാ കോമഡിക്കാരാ, നീ ഇരുട്ടത്തിരുന്ന് കള്ളവടി പൊട്ടിച്ചാ ഈ കണ്ണമ്പായി അങ്ങ് ഞൊട്ടുന്ന് വിചാരിച്ചോ? നീ സുധീർഷാണെങ്കിൽ ഞാൻ നാദൃശ്യടാ. നീ ആണാണെങ്കിൽ നാവാട്ടം മുന്തിയാക്കി മുമ്പിൽ വാ, നിന്നെ ഞാൻ പൂതിയാക്കടാ. ജറൂർ ബായ് ജറൂർ വരും. സുധീർ ഷാ വന്നിരിക്കും. നീ കാരണം എനിക്ക് കൈവിട്ടു പോയ മുംബൈയിലെ എന്റെ ബിസിനസ് സാമ്രാജ്യം, എനിക്ക് നഷ്ടപ്പെട്ട കോടികൾ, वो सब वापस लेने के लिए आऊंगा मैं. അതൊക്കെ തിരിച്ചു പിടിക്കാൻ ഞാൻ വരും. ഒന്നുകിൽ എന്റെ പണം, അല്ലെങ്കിൽ നിന്റെ ജീവൻ. ആപ് ഫൈസല ഹോഗാ കണ്ണൻ ഭായി. എപ്പ വേണമെങ്കിലും വാടാ, പക്ഷെ തിരിച്ചു പോണത് നിന്റെ കോടികളായിട്ടായിരിക്കില്ല, കോടി മുണ്ട് പതിച്ചിട്ടായിരിക്കും. हे भगवान, क्यों मुझसे बार बार तेरा काम करवाते हो?
വാർഡിലേക്ക് മാറ്റിക്കോളൂ. ശരി ഡോക്ടർ. അവര് നിങ്ങളുടെ ആരാന്നാ പറഞ്ഞത്? വളരെ അടുത്ത ബന്ധുവാ. അവരുടെ മകൻ മരിച്ചിട്ട് ഇപ്പൊ എത്രയായി? 1 മാസം തികഞ്ഞിട്ടില്ല. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ വയലൻസിനുള്ള കാരണം. മരണ ദിവസമോ അതിനോടനുബന്ധിച്ചോ ഇങ്ങനെയൊന്നും കണ്ടിരുന്നില്ല. അവൻ മരിച്ചുപോയതാണെന്ന് പോലും ചിലപ്പോൾക്ക് മനസ്സിലായി കാണില്ല. എന്നാര് പറഞ്ഞു? അവർക്ക് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അറിയുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കുന്നത് ഭ്രാന്തിന്റെ രൂപത്തിലാ. സത്യത്തിൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ആളുണ്ടായില്ല. അവരുടെ ഫീലിങ്സ്, അവരുടെ കൺഫ്യൂഷൻസ്, അങ്ങനെയെല്ലാം. അപ്പോ അവരത് നേരിട്ട് തന്നെ പറഞ്ഞു തുടങ്ങി, സ്നേഹവും പ്രതിഷേധവും എല്ലാം. ബൈ ദ വേ, എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനാകും. എന്ത് പറയുന്നു? ഞാൻ എന്ത് പറയാനാ ഡോക്ടറെ? ഓൾക്കൊന്ന് ബോധം വെച്ച് കാണാൻ വേണ്ടി 5 നേരം പടച്ചോനോട് തേടണോനാ ഞാൻ. ഇവന്മാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ വഴി. ഹലോ, എന്തായി? മേൽ കമ്മിറ്റിയിൽ അപേക്ഷ വെച്ചിട്ട് തീർപ്പായോ? ഫാദർ, നമുക്ക് പോകാം. അങ്ങനെ അങ്ങ് പോകാതെ മാഡം. അപ്പളേ, ഹംസയുടെ കൊലപാതക കേസ് അന്വേഷിക്കുന്നത് ഈ അലക്സ് തന്നെയാ. എന്നെ അവിടെ നിന്ന് മാറ്റാൻ ഒരു പൊന്നുമോളെ കൊണ്ടും ആവില്ല. അതുകൊണ്ട് ആയുസ് കളയാതെ വല്ലവനം കെട്ടി 4 പ്രസവിക്കാൻ നോക്കണേ. മിസ്റ്റർ അലക്സ്, മാന്യമായിട്ടൊക്കെ വേണം പെൺകുട്ടികളോട് സംസാരിക്കാൻ. ഓഹോ, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ചുമ്മാ നീളം കുപ്പായിട്ടുണ്ട് ഇറങ്ങിയിരിക്കുക. നീ ഒരു കാര്യം അറിഞ്ഞോ? അവന് ബന്ധമുള്ള പെണ്ണുങ്ങളൊക്കെ പരാതിയായിട്ട് വരാൻ തുടങ്ങിയാ അതൊരുപാടുണ്ടാവും. അത്രയ്ക്കും മിടുക്കനായിരുന്നല്ലോ അവൻ. അറിയില്ലേ നിനക്കും? പെണ്ണ് നടിച്ച പെരുവഴി കിടന്ന പ്രസവം. അതുകൊണ്ട് പറയാ, കൊലയാളിക്ക് വേണ്ടി നീ നടത്തുന്ന ഈ നിയമയുദ്ധം ഇവിടെ നിർത്തിക്കോ. അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് നീ മാത്രമായിരിക്കില്ല. തന്തയായിട്ടൊരുത്തം വീട്ടിലിരിപ്പില്ലേ, അയാൾ ചിലപ്പോൾ കിടപ്പിലായി പോവും. കിടന്നെടുത്ത് കിടന്ന് കാര്യം സാധിക്കുന്ന കിടപ്പ്. മനസ്സിലായോടി? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഈ അഡ്വക്കേറ്റ് മഹാറാണിക്ക്. എന്ത് നിൽപ്പന്റെ വക്കീലേ, ആൾമാറാട്ടത്തിന്റെ കഥ മുഴുവൻ പറഞ്ഞു കേട്ടിട്ടും പേടി മാറിയില്ലേ? ഞാൻ പ്രേതൊന്നല്ല, ഒറിജിനലാ. ഈ വെള്ളപ്പാറ്റന്റെ കരിങ്കോരൻ തന്നെയാ. അയ്യേ, കരയാ? നല്ല കഥയായി. ഇതുപോലുള്ള വലിയ വലിയ തമാശകൾ കേൾക്കുമ്പോ ചിരിക്കല്ലേ വേണ്ടത്? മതി പറഞ്ഞത്. എന്നെ കൊണ്ടത് കേട്ട് നിൽക്കാൻ വയ്യ. എന്നാൽ ഇങ്ങനൊരു വിധി വിധിക്കട്ടെ. വിധിച്ച് വിധിച്ച് മടുക്കുമ്പോ അവസാനം പടച്ചതമ്പുരാൻ എന്റെ മുൻപിൽ വന്ന് പറയും, എന്റെ പുന്നാര ഹംസേ, ഏത് ഗതി കെട്ട നേരത്തടാ നിന്നെ ഞാൻ പടച്ചതെന്ന്. ഇല്ല, അങ്ങനൊന്നും തോറ്റു കൊടുക്കില്ല ഞാൻ. മരിച്ച് മണ്ണടിഞ്ഞു പോയവന്റെ കുപ്പായിട്ടിട്ടാണെങ്കിലും പിടിച്ചു നിൽക്കും ഹംസ, അവസാനം വരെ. ഇല്ല, ഇങ്ങനെ മറ്റൊരാളിന്റെ വേഷം കെട്ടി കാലം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു വെപ്രാളത്തിനിടയിൽ അറിയാതെ പറ്റിപ്പോയൊരു കയ്യബദ്ധം കോടതിയിൽ ഞാൻ പ്രൂവ് ചെയ്തോളാം. അതൊക്കെ അത്ര പെട്ടെന്ന് കൂട്ടിയാ കൂടുന്ന കാര്യം തോന്നുന്നുണ്ടോ വക്കീലിന്? ഇപ്പൊ തൽക്കാലം അതിനൊന്നും മെനക്കെടണ്ട. നേരവും കാലവും ഒത്തു വരുമ്പോ എല്ലാം നേരവും. അതുവരെ ഇങ്ങനൊരു പ്രേതം ജീവനോടിരിക്കുന്ന കാര്യം മറ്റാരും അറിയണ്ട.